ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അല്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം എന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അതിനൊരു പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത്. പിന്നെ UDF ഭരണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് UDF ഘടകകക്ഷികൾക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഇതിനു വേണ്ടി ഈ കൊടും ചൂടത്ത് വെയിൽ കൊണ്ട ഒരുപാട് പ്രവർത്തകരുണ്ട്. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകർ ചെയ്ത മഹാത്യാഗമുണ്ട്. ആ ത്യാഗത്തിനെ വിസ്മരിക്കലാണ് ഇതൊരു തർക്കത്തിലേക്ക് പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. ചർച്ച നടത്തുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നും, ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന ഉറപ്പല്ലേ. പക്ഷേ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർക്കിടയിൽ നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ലല്ലോ. ലീഗ് വളരെ സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഞങ്ങൾ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുക യോഗത്തിൽ. ഞങ്ങൾ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളൊക്കെ UDF യോഗം ചേർന്ന്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ മുമ്പിൽ ഒരു അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അല്ല, എന്നെക്കുറിച്ചാണെങ്കിൽ ഞാനതിന് തയ്യാറല്ല. അല്ല, അത് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്. CH മേനോനെ രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പിന്നെ അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറയുന്നത്, ന്യായീകരിക്കില്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പോൾ അനാസ്വരത്തിലാണ്. പൊരിവെയിലത്ത് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് UDF പ്രവർത്തകർ ചെയ്ത ത്യാഗത്തെ വിസ്മരിക്കലാണ് ഇത്തരം ചർച്ചകൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ വോട്ടെണ്ണി കഴിയണം, ഭൂരിപക്ഷം കിട്ടണം. UDF നടക്കുന്ന ചർച്ച പുറത്തുവിടുന്നത് ഉചിതമായ നടപടിയല്ല. വോട്ടർമാർക്കിടയിലും UDF പ്രവർത്തകർക്കിടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത്. ഇത് ശരിയല്ലെന്നാണ് ലീഗിന്റെ പൊതു അഭിപ്രായമെന്ന് PMA സലാം പറഞ്ഞു. ഭരണം കിട്ടുമെന്നുറപ്പാണ്, പക്ഷേ ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് ഇടുന്നത് എന്തിനാണെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. ലീഗ് സമചിത്തതയോടുകൂടി മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് യോഗം ചേരും. താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളെ മുഖ്യമന്ത്രിയാക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. കേരളത്തിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ ചർച്ച പ്രവർത്തകരെ നിരാശരാക്കും. നിലവിൽ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ച ലീഗ് നടത്തിയിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായത്തിനൊപ്പം ലീഗ് നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്യ പ്രസ്താവന നടത്തുന്ന നേതാക്കൾ ശ്രദ്ധിക്കണമെന്നും പാർട്ടി പ്രവർത്തകരെ നിരാശരാക്കുന്ന നടപടി ഉണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചേക്കും. മുസ്ലിം ലീഗിന് കൂടുതൽ മന്ത്രിസ്ഥാനത്തിനുള്ള അർഹതയുണ്ട്. ഒന്നും ചോദിച്ചു വാങ്ങില്ല. ഒരുമിച്ചുള്ള ചർച്ചകളിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കും. എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്താകും UDF ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നും PMA സലാം പറഞ്ഞു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. Phone 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.